ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പെറോട്ടയ്ക്ക് ആവശ്യമായിട്ട് 1 കിലോ മൈദ, നെയ്യ്, ഉപ്പ്, സോഡാപ്പൊടി ഇവ ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അല്പം പാലൊഴിച്ചു. അല്പം മതി കേട്ടോ. അല്പം പാലൊഴിച്ചിട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു. നന്നായിട്ട് ഇളക്കണേ. എല്ലാം കൂടിയിട്ട് നല്ല കൂട്ടി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി വീണ്ടും ഇളക്കി എല്ലാ ഭാഗവും നല്ല കൂട്ടി ഇളകണം. നല്ല കൂട്ടി അതിനകത്ത് എല്ലാം നന്നായിട്ട് അതിൽ യോജിച്ച് ചേർന്ന് വീണ്ടും ഇളക്കണം. ഇളക്കി നമുക്ക് ഇളക്കുന്നത് ഇതിന് അല്പം അയവ് പോരാ എന്ന് വേണമെങ്കിൽ അല്പം വെള്ളം, 1 ഗ്ലാസ്സോ അത് കഴിഞ്ഞ് ഒരു ശകലം, അത് ഒരു 3-4 കുടം വെള്ളം, അതിൽ കൂടുതൽ വേണ്ട, അതിനകത്തോട്ട് ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് വീണ്ടും ഇളക്കണം. പിന്നെ ഒരു ശകലം കൂടെ 1 ഗ്ലാസ് വേണമെങ്കിൽ അല്പം കൂടെ ഒക്കെ ഒഴിക്കുക. അത് നമ്മുടെ ആ ഇളക്കുന്ന നമുക്കത് അറിയാം. അത് കയ്യുടെ ആ പരുവം നമുക്ക് അറിയാമല്ലോ. നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടത് ചെയ്യണം. ഒരല്പം കൂടെ ഒക്കെ മതി. മതി. അത്രയും വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് അതിനൊരു വല്ല മാർദ്ദവം, ഒരു ശകലം ഇത് കിട്ടത്തക്ക രീതിയിൽ ഇളക്കണം. ഇത് സാധാരണ നാടൻ പൊറോട്ടയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഹോട്ടലിലൊന്നും കാണുന്ന പോലുള്ള അത്രയും ഇതൊന്നുമില്ല. എങ്കിലും ഇത് പക്ഷേ നല്ല സ്വാദാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. നമുക്ക് വീട്ടിലാകുമ്പോൾ പേടിക്കാനൊന്നും ഇല്ലല്ലോ, നല്ലതല്ലേ. ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം എല്ലാവരും. അല്ലാതെ കടയിൽ തന്നെ അല്ല, നമുക്ക് വീട്ടിലും ഇതൊക്കെ ഉണ്ടാക്കാം. പലർക്കും ഇഷ്ടമുള്ളൊരു ഫുഡല്ലയോ പൊറോട്ട. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങളുണ്ടാക്കി അത് ഇന്ന് കാണിക്കുന്നു. കണ്ടോ, അതിൻ്റെ ആ പരുവം കണ്ടോ? അതുപോലെ ഒരു നല്ല കൂട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. എത്ര നന്നായിട്ട് കുഴയ്ക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ. ഇനി നല്ല മിനുസമുള്ള ഒരു പ്രതലത്തിലോട്ട് അല്പം മൈദപ്പൊടി ഒന്ന് തൂവി അതിലേക്ക് എടുത്ത് വെച്ച് വീണ്ടും അവിടെ നമുക്കിതിനകത്ത് നമ്മൾ കുഴച്ചത് പോരായെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കാം. നന്നായിട്ടൊന്ന് പിന്നെ അതൊന്നുകൂടെ ഒന്ന് ഇതാകാൻ വേണ്ടി ഒന്നുകൂടെ അല്പം കൂടെ ഒക്കെ ഒന്ന് കുഴച്ച് എടുക്കാം. അതേ തറയിൽ പിടിക്കാതിരിക്കാനാണ് ഈ അല്പം പൊടി വിതറുന്നത് കേട്ടോ. അതുപോലെ എളുപ്പം അത് ഉരുണ്ട് വരാനും ഒക്കെ അത് നല്ലതാണ്. എത്ര കുഴയ്ക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. അത്രയും മാർദ്ദവും ആ പൊറോട്ടയ്ക്ക് കിട്ടും.
നല്ല വൃത്തിയുള്ള ഒരു തുണി, അത് നല്ല കൂട്ട് ഒന്ന് കുതിർത്ത് പിഴിഞ്ഞ് ഈർപ്പത്തോടു കൂടി അതിൻ്റെ മണ്ടയിൽ ഇടണം. അതുപോലെ അതിൽ അല്പം എണ്ണയും നന്നായിട്ട് തടവി വെക്കണം. പിന്നെ അതിന് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് പുളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ 2 മണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എണ്ണ പുരട്ടിയത് നന്നായിട്ട് തട്ടിപ്പൊത്തി വെക്കുക. ഞങ്ങൾ ഇച്ചിരി നെയ്യും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വനസ്പതിയാണ് സാധാരണ നമ്മൾ പെറോട്ടയ്ക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇച്ചിരി നെയ്യും എണ്ണയും കൂടെ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും വനസ്പതിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. മാവ് നല്ല കോട്ട് പുളിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഇനി ഉണ്ടാക്കി നോക്കാമേ. അതെല്ലാം ഓരോ കഷ്ണങ്ങളായിട്ടെടുത്ത് നമ്മൾ ബോള് പിടിക്കാൻ പോവാം. അതിന് ഇച്ചിരി എണ്ണ കയ്യെ തടവിക്കൊണ്ട് വേണം ബോൾ പിടിക്കാൻ. നമ്മളിങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കടയിലൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റിയാലല്ലോ. നമുക്ക് വിശ്വാസത്തോടു കൂടി കഴിക്കാൻ പറ്റും. നമുക്ക് ഓരോ ബോളും എണ്ണയൊക്കെ തടവി വീണ്ടും അല്പനേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്പം ഒരു 1/4 മണിക്കൂറൊക്കെ ഒന്നുകൂടെ ഒന്ന് വെക്കണം. ഇതിന് കണ്ടമാനം എണ്ണ ഉപയോഗിക്കും. എണ്ണയോ ഡാൽഡയോ എന്തായാലും നന്നായിട്ടതൊക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യുന്നൊരു ഭക്ഷണ സാധനമാണ് പെറോട്ട. അതുകൊണ്ട് അതിന് ആൾക്കാരൊക്കെ അത് കഴിക്കാൻ പിന്നെ എല്ലായ്പ്പോഴും അതൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഹെൽത്തിന് നല്ലതല്ലല്ലോ. എന്നാലും വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ പെറോട്ടയൊക്കെ കഴിക്കാൻ. നമുക്ക് വീണ്ടും ഇപ്പോൾ അതൊക്കെ ശരിയായിട്ടുണ്ട്. നമുക്ക് വീശി എടുക്കുകയാണ്.
നന്നായിട്ട് വീശിയിട്ട് വേണം അത് കെട്ടിയെടുക്കാൻ. കെട്ടിയിടുവാണ്. എപ്പോഴും ഇതിന് നന്നായിട്ട് എണ്ണ ഉപയോഗിക്കുന്നു. എന്നാലേ ഇത് നന്നായിട്ട് തറയിൽ അതിലത് നന്നായിട്ട് പരത്തിയെടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇത് ഈ എണ്ണയുടെ പശ കൊണ്ടായിരിക്കാം ഇതിങ്ങനെ അടിച്ച് നീട്ടാൻ പറ്റുന്നത്. ഇങ്ങനെ ഓരോന്നും ചുരുട്ടി കെട്ടിയിട്ടിട്ട് ഇത് വീണ്ടും ഒന്ന് അമർത്തി ഉണ്ടോ, ഇതുപോലെ അമർത്തിയെടുത്ത് കല്ലിലിട്ട് ചൂടണം. ഉണ്ടോ, ഇതുപോലെ ഒരു ഇരുമ്പ് പാളത്തിൽ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് ഈ പൊറോട്ട ഓരോന്നായിട്ടിട്ട് ചുട്ടെടുക്കുകയാണ്. കണ്ടോ, ഇതാ പാകത്തിൽ കണ്ടോ നമ്മൾ ചുട്ടെടുക്കുന്ന. ചുട്ടെടുത്ത് നല്ല